ഭയപ്പെടുത്തുന്നതും നിഗൂഢവുമായി തോന്നുന്ന പക്ഷികളുടെ ശബ്ദം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ചില പക്ഷികൾ രാത്രിയിലെ നിശബ്ദതയിൽ ഒരു ഹൊറർ സിനിമ പോലെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന 10 പക്ഷികളുടെ ശബ്ദങ്ങളെക്കുറിച്ച് അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പക്ഷികളിനെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക. ഇതാണ് ലയർ ബേർഡ്. ലയർ ബേർഡ് ഓസ്ട്രേലിയയിലെ ഒരു സവിശേഷ പക്ഷിയാണ്. അത്ഭുതകരമായ അനുകരണ ശേഷിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പക്ഷിക്കും മറ്റ് പക്ഷികളുടെ ശബ്ദം മാത്രമല്ല, ക്യാമറ ഷട്ടർ, കാർ അലാം, ചെയിൻസോ, കൂടാതെ മനുഷ്യരുടെ ശബ്ദം വരെ അതേപടി അനുകരിക്കാൻ കഴിയും. ഇതിൻ്റെ തൊണ്ട വളരെ വികസിതമാണ്. അതിനാൽ ആരുടെയും ശബ്ദം കൃത്യമായ രീതിയിൽ ഇതിന് ആവർത്തിക്കാൻ കഴിയും. ഇതാണ് കുക്കബോറ. കുക്കബോറ ഓസ്ട്രേലിയയിലെ ഒരു സവിശേഷ പക്ഷിയാണ്. അതിന്റെ ഉച്ചതയുള്ളതും ചിരിപ്പോലെയുള്ളതുമായ ശബ്ദത്തിന് ഇത് പ്രസിദ്ധമാണ്. ഇതിന്റെ ശബ്ദം എത്രത്തോളം രസകരമാണെന്നാൽ അതൊരു മനുഷ്യൻ ഉറക്കെ ചിരിക്കുന്നത് പോലെ തോന്നും. ഇതാണ് കിവി പക്ഷി. ന്യൂസിലാൻഡിലെ അപൂർവവും അതുല്യമായൊരു പക്ഷിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പറക്കാൻ കഴിയാത്ത പക്ഷികളിൽ ഒന്നാണിത്. ഇത് ഭൂരിഭാഗവും രാത്രിയിലാണ് സജീവമാകുന്നത്. ഇതിൻ്റെ നിലവിളി ശബ്ദം എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്നാൽ അത് കേട്ടാൽ പേടിച്ചു പോകും. എന്നാൽ നിർഭാഗ്യവശാൽ ഇവയുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. ഈ പക്ഷി വംശനാശത്തിന്റെ വക്കിലാണ്. ഇതാണ് ബാൺ ഔൾ. നിഗൂഢനായ രാത്രി വേട്ടക്കാരനാണിവ. ബാൺ ഔൾ നിഗൂഢവും രാത്രി സജീവമായിരിക്കുന്നതുമായ ഒരു മൂങ്ങയാണ്. ഭയപ്പെടുത്തുന്നതും അസാധാരണവുമായ പറക്കൽ ശേഷിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ നിലവിളി പലപ്പോഴും ഭയപ്പെടുത്തുന്നതും പ്രേതബാധയുള്ളതുമായി തോന്നും. ഇതാണ് ലൂൺ ബേർഡ്. ജലത്തിലെ പ്രതിധ്വനിക്കുന്ന സംഗീതജ്ഞനാണ് ലൂൺ ബേർഡ്. ലൂൺ ബേർഡ് ഒരു അത്ഭുതകരമായ ജലപക്ഷിയാണ്. അത് അതിൻ്റെ സവിശേഷവും പ്രതിധ്വനിക്കുന്നതുമായ ശബ്ദത്തിന് പേരുകേട്ടതാണ്. ഇതിന്റെ ശബ്ദം നിഗൂഢവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമായി തോന്നാം. പ്രത്യേകിച്ച് ശാന്തമായ തടാകങ്ങളിൽ രാത്രി സമയത്ത് ഇത് പ്രതിധ്വനിക്കുമ്പോൾ കേൾക്കുന്നവർക്കൊരു ഭയം തോന്നും. ഇതാണ് കപ്പുച്ചിൻ ബേർഡ്. നിഗൂഢവും സവിശേഷവുമായ ശബ്ദമുള്ള ഒരു പക്ഷിയാണിത്. കപ്പുച്ചിൻ ബേർഡ് തെക്കേ അമേരിക്കയിലെ ഇടതൂർന്ന മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ പക്ഷിയാണ്. ഇതിന്റെ ശബ്ദം ആഴമേറിയതും ഭയപ്പെടുത്തുന്നതുമായ ഒരു ഇലക്ട്രോണിക് സൗണ്ട് പോലെയുള്ള ശബ്ദത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ശബ്ദം വളരെ വിചിത്രമാണ്. കേൾക്കുമ്പോൾ ഏതെങ്കിലും പഴയ മെഷീൻ സ്റ്റാർട്ട് ആകുന്നത് പോലെ തോന്നും. ഓസ്ട്രേലിയൻ ബ്രഷ് ടർക്കി. കാണുമ്പോൾ വലുപ്പത്തിൽ വലിയവനും ബുദ്ധിമാനുമായ ഒരു പക്ഷിയാണിത്. ഓസ്ട്രേലിയൻ ബുഷ് ടർക്കി ഓസ്ട്രേലിയയിലെ വലുതും ശക്തവുമായൊരു പക്ഷികളിൽ ഒന്നാണ്. ഇതിനെ പ്രാദേശിക ആളുകൾ ബുഷ് ടർക്കി എന്നും വിളിക്കുന്നു. ഇത് കൂടുതലും പുൽമേടുകളിലും വരണ്ട പ്രദേശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. നീളമുള്ള കാലുകളും ശക്തമായ ശരീരവും ഉള്ളത് കാരണം നിലത്തുകൂടെ വേഗത്തിൽ ഓടാൻ ഇത് മിടുക്കനാണ്. ഇതാണ് ഹോക്ക്. കൂർത്ത കണ്ണുകളും മാരകനായ വേട്ടക്കാരനുമായ ഒരു പക്ഷിയാണ് ഹോക്ക്. ഹോക്ക് ഒരു ശക്തനായ വേട്ടപ്പക്ഷിയാണ്. അതിന്റെ കൂർത്ത ദൃഷ്ടി, വേഗതയേറിയ പറക്കൽ, മാരകമായ വേട്ടയാടൽ തന്ത്രങ്ങൾ എന്നിവയ്ക്ക് ഇത് അറിയപ്പെടുന്നു. ഇതാണ് ഷൂബിൽ ബേർഡ്.
അപകടകാരിയായ വേട്ടക്കാരനും പുരാതന രൂപവുമുള്ളൊരു പക്ഷിയാണിത്. ഷൂബിൽ വലുതും ഭയപ്പെടുത്തുന്നതും രൂപവുമുള്ളൊരു പക്ഷിയാണ്. ഇത് പ്രധാനമായും ആഫ്രിക്കയിലെ ചതുപ്പ് നിലങ്ങളിലാണ് കാണപ്പെടുന്നത്. വലിയ ഷൂ പോലെയുള്ള വൃത്തിയിലുള്ള ചുണ്ടുകൾ കാരണമാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇത് ഇതിനെ മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഷൂബിലിന്റെ പതുക്കെയുള്ളതും സ്ഥിരതയുമുള്ളതുമായ ചലനങ്ങൾ അതിനെ ഒരു നിഗൂഢ പക്ഷിയാക്കുന്നു. കൂടാതെ അതിന്റെ ആഴമുള്ള ഇരമ്പൽ പോലെയുള്ള ശബ്ദം അതിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കുന്നു. ഇതാണ് ബെൽബേർഡ്, പ്രകൃതിയിലെ മണിമുഴക്കുന്ന പക്ഷി. ബെൽബേർഡ് അതിന്റെ സവിശേഷമായ മണിമുഴക്കുന്ന പോലെയുള്ള ശബ്ദത്തിന് പേരുകേട്ടതാണ്. ഇതിന്റെ ശബ്ദം എത്രത്തോളം ഉച്ചത്തിലുള്ളതും വ്യക്തവുമാണെന്നാൽ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ലോഹമണി മുഴങ്ങുന്നത് പോലെ തോന്നും. ആൺ ബെൽബേർഡ് പെൺപക്ഷിയെ ആകർഷിക്കാനാണ് ഈ മധുര ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും വിചിത്രമായി തോന്നിയ പക്ഷിയുടെ ശബ്ദം ഏതാണ്? അത് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾ വീഡിയോ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുവഴി അവർക്കും ഈ ഏറ്റവും ഭയപ്പെടുത്തുന്ന പക്ഷിയുടെ ശബ്ദങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. അടുത്ത ഇതുപോലത്തെ നല്ല വീഡിയോയുമായി കാണാം.